സത്യൻ എന്ന മഹാനടനെ നമുക്കറിയാം. അതായത് സിനിമയൊക്കെ ഒരു സ്വാഭാവികമായ അഭിനയത്തിലേക്ക് വഴിമാറും മുമ്പേ തന്നെ തൻ്റെ കഥാപാത്രങ്ങൾക്ക് അങ്ങനൊരു സ്വഭാവം നൽകിയ അപൂർവ ചാരുതയുള്ള അഭിനേതാവായിരുന്നു സത്യൻ. സത്യൻ്റെ ഓടയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ വാഴ്വിയുമായും ഇങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ വളരെ യഥാർത്ഥമായ അഭിനയ രീതി അന്നേ സത്യൻ കാണിച്ചിരുന്നു. ഒരു പളവളപ്പുള്ള നായകനിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പരുക്കൻ കഥാപാത്രങ്ങളെ ചെയ്ത് സത്യൻ പ്രേക്ഷകരെ കയ്യടി നേടി. സത്യന് തുല്യം സത്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സത്യനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമൊക്കെ ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. ഞാൻ ഓടയിൽ നിന്ന് എന്നുള്ള സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ്. ഓടയിൽ നിന്ന് നിങ്ങൾക്കറിയാം, അതിൽ അദ്ദേഹം അവതരിപ്പിച്ച റിക്ഷാക്കാരൻ്റെ റോളായിരുന്നു. പപ്പു എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ആ ചിത്രത്തിൻ്റെ സംവിധായകൻ KS സേതുമാധവനായിരുന്നു. അദ്ദേഹം ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ ചിത്രീകരിക്കുകയായിരുന്നു. ആ കഥാപാത്രം ഈ പപ്പു എന്ന് പറയുന്ന കഥാപാത്രം റിക്ഷ വലിക്കുന്ന കഥാപാത്രമാണ്. അതുകൊണ്ട് പാറിപ്പറഞ്ഞ മുടിയും കീറിപ്പറഞ്ഞ ഉടുപ്പും അതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. അപ്പോൾ ഒരു മുഷിഞ്ഞ വേഷമാണ് ഈ കഥാപാത്രം ധരിക്കേണ്ടത്. സംവിധായകൻ കൊണ്ടുവന്ന വസ്ത്രം കണ്ടപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് ഒരു സംശയം, സത്യൻ സാറിന് ഈ മോശപ്പെട്ട വസ്ത്രത്തിന് പകരം നമുക്ക് നല്ലൊരു ഉടുപ്പ് കൊടുത്താലോ, വളരെ മോശപ്പെട്ട ഉടുപ്പ് എങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് അണിയിക്കുക എന്നായി. സേതുമാധവൻ സത്യൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യൻ്റെ മുഖത്ത് ഒരു ഭാവഭേദവുമില്ല. അദ്ദേഹം വളരെ മോശപ്പെട്ട വസ്ത്രം അണിയാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇത് അദ്ദേഹം വളരെ ശാന്തനായി പറഞ്ഞു, ഈ കഥാപാത്രം ഒരു സാധാരണക്കാരനാണ്. അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ അവൻ്റെ വേഷത്തിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ഈ വസ്ത്രത്തിൻ്റെ പഴമയും തേയ്മാനവുമാണ് അവൻ്റെ ജീവിതം. എനിക്ക് ഈ വസ്ത്രം ധരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഒരു നടൻ എന്ന നിലയിൽ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒരു നടൻ്റെ കമ്മിറ്റ്മെൻറ്റാണത് കാണിച്ചത്. കാരണം ഈ മോശപ്പെട്ട ഉടുപ്പിടുന്നതിലുള്ള മാനക്കേടല്ല അദ്ദേഹത്തിന് പ്രശ്നമായത്. ആ കഥാപാത്രം അങ്ങനെയുള്ള ഉടുപ്പേ ധരിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു സത്യൻ്റെ നിലപാട്. സത്യൻ സെറ്റിലുള്ള മറ്റാളിൽ കാണിച്ചു കൊടുത്തത് ഈ വിനയവും ഈ കഥാപാത്രത്തെ ഉള്ളറിഞ്ഞ് കണ്ടെത്താനുള്ള ഒരു നടൻ്റെ കമ്മിറ്റ്മെൻറ്റുമാണ്. ഒരു കലാകാരൻ്റെ യഥാർത്ഥ വിജയം ശരിക്കും അർപ്പണബോധത്തിലുമാണ്, അതേപോലെ വിനയത്തിലുമാണ്. ജോലിയോടുള്ള സത്യസന്ധമായ അവൻ്റെ കമ്മിറ്റ്മെൻറ്റാണ് അവൻ്റെ വിജയത്തിൻ്റെ വഴികാട്ടിയാകുന്നത്. ബാഹ്യമായ തിളക്കമല്ല, ആത്മാർത്ഥതയും ലാളിത്യവുമാണ് ഒരു മനുഷ്യനെ മഹാനാക്കുന്നത്. ആന്തരിക സൗന്ദര്യം തന്നെയാണ് ഒരു മനുഷ്യനെ മഹാത്മാവാക്കി മാറ്റുന്നത്. അഭിനയത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത് വലിയൊരു പാഠമാണ്. അതായത് ആന്തരികമായി വെളിച്ചമുണ്ടാകുക, നന്മയുണ്ടാകുക, അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറം നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുക, അർപ്പണബോധം ഉണ്ടാകുക.